അപ്പൊ നമുക്ക് ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തീർച്ചയായും വേണ്ട അതെ ബേബി ഗേൾ ആൻഡ് ടീം സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു എന്താ പറയുക ഒരു ത്രില്ലർ മൂഡൊക്കെ വരുന്നൊരു ചിത്രം. ഈ ത്രില്ലറിനോടുള്ളൊരു ഫാസിനേഷൻ എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഒരു സാധനം നമ്മൾ വിശ്വസിക്കുന്ന മറ്റ് പുതിയ സാധനങ്ങളിലേക്ക് പോകാനുള്ള പേടിയും റിസ്ക്കും കൂടുതലായതുകൊണ്ടും പിന്നെ നമ്മളെ തേടി വരുന്ന സാധനങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടും മാത്രം അങ്ങനെ ത്രില്ലർ കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റാവുന്നതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഹ്യൂമർ അങ്ങനെ അത്ര ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റാവുന്നതല്ല, പ്രത്യേകിച്ച് ഒരു മലയാളി ഓഡിയൻസ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ നമുക്ക് കോൺഫിഡൻസ് കിട്ടാവുന്ന പരിപാടികൾ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ബേബി ഗേളിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? എന്ത് ത്രില്ലർ എന്നാ പറയാൻ പറ്റും? ഒരു ഇമോഷണൽ ത്രില്ലറാണ് ആക്ച്വലി. ഇമോഷണൽ ത്രില്ലർ ഭയങ്കര ഒരു ഹാർട്ട് വാമിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇൻറ്റൻസും പ്രകടം ബാക്ക് ടു ബാക്ക് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ണ് നിറയുന്ന ഒരു ഏരിയയും നമുക്കൊരു ഇമോഷണലി ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്, അത് തന്നെ ആയിരിക്കുന്നതാണ് വിചാരിക്കുന്നത്. അതെ, ഓഡിയൻസ്. ഓക്കെ, ടീച്ചർ നമ്മൾ കണ്ടിരുന്നു, കുറച്ച് സീരിയസ് പിടിച്ചല്ലോ തവണ. പിടിക്കണ്ടേ ഇടയ്ക്കെങ്കിലും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കഥാപാത്രം? എങ്ങനെ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പമുള്ളൊരു യാത്ര, ബേബി ഗേളിൻ്റെ ഒപ്പമുള്ളൊരു? ആക്ച്വലി ഞാനും ഇങ്ങനെ ഒരു കരിയർ പരമായിട്ടും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഇവരുടെ സൈഡിൽ നിന്ന് വിളി വരുന്നത്. അപ്പോൾ ഒരു ഡ്രീം ടീമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അരുൺ ചേട്ടൻ തുടങ്ങി, സഞ്ജയ് ബോബി റൈറ്റേഴ്സ്, മാജിക് ഫ്രെയിം എന്ന് പറഞ്ഞ ബാനർ, ലിജോ അന്ന് വേറൊരു ആക്ടറായിരുന്നു, നീ വേറൊരു ആക്ടറായിരുന്നല്ല, ലിജോ ഉണ്ടായിരുന്നു, വേറൊരു ചാക്കോച്ചൻ ഉണ്ടായിരുന്നു. നമ്മൾ അനൗൺസ് ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയാം. പിന്നെ ഡേറ്റ് വൈസ് ഒക്കെ മാറിയതാണ്. പിന്നെ നിവിൻ ചേട്ടൻ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾക്ക് ഈ സിനിമ എടുക്കാനുള്ള കാരണങ്ങൾ ആയിരുന്നു എല്ലാം. ലിജോയുടെ കാര്യം പറയുകയാണെങ്കിലും ഇതിപ്പോൾ ചോദിച്ച പോലെ തന്നെ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കഥാപാത്രം. എങ്ങനെയായിരുന്നു ലിജോ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേബി ഗേളിനെ? എനിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിലേക്ക് ഇന്നാവാനുള്ള മെയിൻ റീസൺസ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബോബി സഞ്ജയ്, അരുൺ ചേട്ടൻ, മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന ബാനർ, പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി കോ ആക്ടേഴ്സ്. അപ്പോൾ ഒരു നല്ലൊരു ടീമാണ്. പിന്നെ അതേപോലെ സഞ്ജയ് ചേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് പൊതുവേ ത്രില്ലർ ജോണേഴ്സ് ഇഷ്ടമാണ്. അപ്പോൾ ത്രില്ലറിൽ നല്ല ഹുക്കിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൂടിയിട്ടാണ് ഇത് ചൂസ് ചെയ്യാൻ റീസൺ. പിന്നെ സംഗീത് ഞങ്ങൾക്കാണ് കോമ്പിനേഷൻ സീൻസ് കൂടുതൽ. അപ്പോൾ സംഗീതിന്റെ വേറൊരു വേർഷൻ കാണാൻ പറ്റി സത്യത്തിൽ. കാരണം ഇപ്പൊ ചോദിച്ച പോലെ തന്നെ എല്ലാവരും അമൽ ഡേവിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തമാശ ഫണ്ണി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് മാത്രമേ സംഗീതിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതേ ഒരു ഈ പറഞ്ഞ പോലെ ബാനർ, അതുപോലെ തന്നെ റൈറ്റേഴ്സ്, ഡയറക്ടർ, ഇതൊക്കെ തന്നെയായിരുന്നു അതിഥിനെയും യെസ് പറയിക്കാനുള്ള ഒരു സംഭവം? അതെ. പിന്നെ മെയിനായിട്ട് ഇവർ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ദിവസം നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പണ്ടത്തെ ട്രാഫിക്, അതും അവരുടെ സ്ക്രിപ്റ്റിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇതിൽ വന്നു നമ്മളെ ഇതിൽ ചെയ്ത എല്ലാവർക്കും അവരുടേതായ ഒരു പാർട്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ചെറുത് വലുതെന്നുള്ളതിലല്ല, എനിക്ക് ചെയ്യാൻ കിട്ടിയതിൽ എനിക്ക് വളരെയധികം ഞാനതിൽ ഹാപ്പിയാണ്. എനിക്ക് ലിബിൻ ചേട്ടൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് എനിക്ക് ഇവരുടെ കൂടെ ഇല്ലായിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്ക് ലിജോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനൊക്കെ എനിക്ക് അങ്ങനെ അത് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഞാൻ ചെയ്ത ഒരു പാർട്ട് എനിക്ക് ഒത്തിരി ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. സോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ റീസണും. ഈ പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്ററിൽ കാണുമ്പോൾ ഇവരുടെ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ബാനർ ആണെങ്കിലും അതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും നിവിൻ ചേട്ടനാണെങ്കിലും അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു ടീമിൽ പാർട്ടാകാന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഓക്കെ, ഈ പ്രേക്ഷകരുടെയും എക്സ്പെക്ടേഷൻസ് ഹൈ ആക്കുന്ന കുറേ ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞതെല്ലാം. ഈ ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ലിസൺ സ്റ്റീഫൻ എന്നുള്ളൊരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അരുൺ ചേട്ടൻ അതിനെ എങ്ങനെയായിരുന്നു കാണുന്നുണ്ടായത്? എത്രത്തോളം അത് നമ്മുടെ ബേബി ഗേളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്? ലിസ്റ്റിനായിട്ട് എനിക്ക് ഫസ്റ്റ് പടത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ലിസ്റ്റിൻ ഇസ് ലൈക്ക് എ ബ്രദർ ടു. സോ അപ്പോൾ ഈ പടം എന്നല്ല, ഇനി അടുത്ത പടം, ഇനി എത്ര പടങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എനിക്ക് വീട് പോലത്തെ ഒരു സ്പേസ് ആണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്നത്. സഞ്ജുവേട്ടൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗരുഡൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി സഞ്ജുവേട്ടനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജുവേട്ടനെ അപ്പത്തോടുള്ള ബന്ധമാണ്.
അപ്പോൾ പുള്ളി നമ്മളുമായിട്ട് സംസാരിച്ച് ഒരു സബ്ജക്റ്റ് നമ്മൾ സിങ്ക് ആവുന്നുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ട് നമുക്ക് സംസാരിച്ച് ഒരു പ്രോജക്റ്റിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് എത്തി, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. സഞ്ജുവേട്ടൻ്റെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു ട്രാഫിക് ഒക്കെ വന്നത്, കോളേജിൽ പഠിക്കുമ്പോൾ. വിശ്വസിക്കുന്നില്ല? സ്കൂളിൽ പഠിച്ചിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഓക്കെ സമ്മതിച്ചു. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ആയിരുന്നു ട്രാഫിക് ഒക്കെ വരുന്നത്. ട്രാഫിക് ഒക്കെ വരുന്ന സമയത്ത് നീ കോളേജ് പോലെയല്ല പുറത്തേക്ക് ഇരിക്കാം. അല്ല, വളരെ പറഞ്ഞു വരുമ്പോ നമ്മളെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണല്ലോ. വളരെ നേരത്തെ എന്താ പറയാ, അങ്ങനെ പറയാലോ, അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ വർഷം പറയുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ട് നമുക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് നിന്ന ഒരു റൈറ്റേഴ്സ് ആണ് നമുക്ക്. ഒരു മലയാള സിനിമ നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഏർലി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ മലയാളത്തിൽ വരുന്നത് നമുക്ക് ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഇനി സിനിമകൾ പോകേണ്ടതെന്ന് പറഞ്ഞ് ഒരു ടോട്ടൽ സംഭവം തിരിച്ചുവിട്ട ഒരു റൈറ്റേഴ്സ് ആയിരുന്നു. അതേ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സിലാണ് ഇപ്പോഴും അവരുള്ളത്. ഈ സിനിമയിലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സംഭവം ഇതിന്റെ അണ്ടർ കറന്റ് ആയിരുന്നു. എത്രത്തോളം നമ്മൾ ഈ അവര് ക്രാഫ്റ്റിൽ വ്യത്യാസങ്ങൾ കാണിച്ചാലും എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സിനിമയും കൂടിയാണ് അത് ചെയ്തത്. സോ മലയാളി ഓഡിയൻസിന് വളരെ ഈസി ആയിട്ട് റീച്ച് ആവുന്ന, ഒരു കണക്ട് ആവുന്ന, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ബോബി സഞ്ജയ്. നിവിൻ ചേട്ടൻ്റെ അടിപൊളി ടൈമാണ് ഇപ്പം ഒരു കംബാക്ക് നമ്മൾ ഇപ്പോൾ കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും? നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞ് ആ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാതെ ആയപ്പോഴാണ് നമുക്ക് ഏതാണ്ട് പ്രോജക്റ്റ് ഡ്രോപ്പ് ആവണമെന്നൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആക്ച്വലി നിവിൻ സാർ നമുക്ക് കൈ തന്നത്. ഒരു വലിയൊരു സപ്പോർട്ട് തന്നെ ആയിരുന്നു. പുള്ളിക്ക് ഒരിക്കലും ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് അല്ല. ഈ ഒരു സിനിമയിൽ പുള്ളി ഒരു ഇൻഡിപെൻഡന്റ് ഹീറോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 4 പേരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സബ്ജക്റ്റിന്റെ ഒരു ഇന്റൻസിറ്റി, ഈ സബ്ജക്റ്റിന്റെ ഒരു നീഡ് എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട്, ഈ പടം എന്തിനാണ് പുള്ളി ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ഹീറോസ് ഒരുപാട് പ്രോജക്റ്റ് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇതിൽ 1 among the 4 എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എന്തിനാണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ഹീസ് എ ഫാദർ ആൻഡ് ഹി വാണ്ട്സ് ദി സ്റ്റോറി ടു ബി ടോൾഡ് എന്നുള്ളതിൽ വളരെ ക്ലിയർ ആയിരുന്നു പുള്ളി. ആൻഡ് മോർലെസ് ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ഇപ്പോൾ അതിഥി പറയുന്ന ഒരു 1-2 days വന്ന് അഭിനയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. നമുക്കൊരു 1 day സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും അത്ര സമയങ്ങളെ നമ്മൾ ഉള്ളൂ. സിനിമയിൽ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. കാരണം എല്ലാവരും ലൈഫിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് സംഗീതനും ലിജോമോളിനും അഭിമന്യു തിലകനും നിൻസാറിനാണ്. അപ്പം ഈ 4 പേരാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ക്യാരക്ടേഴ്സ്. ബാക്കി എല്ലാവരും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നതിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്. സോ അവരും ഇതിൽ വളരെ അവരുടെ ഒരു സീനിയോറിറ്റി നോക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ഒരു നല്ല സിനിമയായി മാറാൻ പറ്റിയത്. നിൻസാറിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു അണ്ടർഡോഗ് ആണ് ബേസിക്കലി. നമ്മുടെ ഈ സിനിമയിൽ സഞ്ജയ് ബോബി റൈറ്റ് ചെയ്യുന്ന സിനിമകളിലൊക്കെ അണ്ടർഡോഗ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമാസാണ് യൂഷ്വലി എഴുതുന്നത്. അപ്പോൾ ഒരു കോമൺ മാനിന് നടക്കുന്ന ഒരു തെറ്റ് ഒരു എക്സ്ട്രോർഡിനറി സെനാരിയോയിൽ ഒരു പ്ലേസ് ചെയ്യുമ്പോൾ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, ആ ബേസിലാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. നിവിൻ സാർ വളരെ എക്സ്ട്രോർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുന്നു. സട്ടിൽ ആക്ടിങ്ങിന്റെ കിങ് ആണ് പുള്ളി. നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മതിയോ, ഇതൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന നമ്മൾ പിന്നെ എഡിറ്റ് ടേബിൾ വരുമ്പോൾ നമ്മൾ ടോട്ടലി ഫ്ലിപ്പ് ചെയ്ത് കളയും. കാരണം പുള്ളി വളരെ മെഷേർഡായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എനിക്ക് വളരെ ഭാഗ്യമുണ്ട് ഈ സിനിമയിൽ ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് ലൈക്ക് സംഗീത്, ലിജോമോൾ, അതിഥി രവി, ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൈഥിലി, അക്ഷയ്, കൺഫ്യൂസ് ആണ്, അക്ഷയ്, മൃദുൽ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ബേബി ഗേൾ തീർച്ചയായിട്ടും ദാറ്റ് ഈസ് ദ ബിഗർ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് സമയത്തൊക്കെ ഒരിക്കലും ആലോചിച്ചില്ല ഇത്ര വലിയ ടഫായിരിക്കും നമുക്കൊരു ബേബി ഗേളിനെ കിട്ടാൻ. നമ്മൾ വളരെ ഈസി ആയിട്ട് എഫർട്ട്ലെസ് ആയി കിട്ടും എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സംഗീതം ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തത് വൈ നമ്മൾ തിങ്ക് ചെയ്തില്ല. കാരണം നമ്മൾ യൂഷ്വലി ഒരു ബേബി ഒരു ഷൂട്ടിൽ ഒരു ദിവസത്തിന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആരെങ്കിലും കിട്ടും. ഒരു 30 days ഒരു ഫുൾ സ്ട്രെച്ചിന് നമുക്കൊരു ബേബിയെ കിട്ടണം എന്നുള്ളത് പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ട് സെനാരിയോ. 4 ദിവസം ഉള്ളപ്പോഴാണ് പ്രായമാണ് ആ കുട്ടി. അത് നമ്മൾ എഴുതിയത് 4 ദിവസമായിരുന്നു. കറക്റ്റ് 4 ദിവസത്തിൽ ഒരു കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ പരിപാടിയല്ല. സോ ലോട്ട് ഓഫ് തിങ്സ് മൂവ് ടുഗദർ എന്ന് പറയുമല്ലോ. അപ്പോൾ അഖിലായിരുന്നു അതിന്റെ ഒരു മെയിൻ സംഭവം. അഖിൽ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ എക്സാക്ട് ആയിട്ട് ആ ടൈമിൽ പ്ലാൻ ചെയ്ത് പുള്ളിയുടെ കുട്ടി നമുക്ക് വേണം നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു, വളരെ വെൽ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളി നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ ആയത്. അതെ ഉണ്ട്. ഞങ്ങളോടൊക്കെ വിളിച്ച് ഡേറ്റ് കൺഫേം പറയാ. ഏപ്രിൽ നമ്മൾ തുടങ്ങിയിരിക്കും, ഷൂട്ട് തുടങ്ങിയേ പറ്റും. ഞാനൊക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കുമല്ലേ.
ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളൊക്കെ പുള്ളി ഈസി ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം. നമുക്കറിയില്ലായിരുന്നു. അപ്പൊ പുള്ളി പക്ഷെ മോർ ദാൻ ഹിം പുള്ളിയുടെ ഫാമിലിയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം 4 ദിവസം പ്രായമായ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്റെ സിനിമയിൽ ഞാൻ തന്നെ അത് സമ്മതിക്കുന്നവരില്ല. സോ അത് അവരുടെ ഫാമിലി ആയിരുന്നു അതിൽ സമ്മതിച്ചത്. അതില്ലെങ്കിൽ ഒരു ബേബി ഇല്ല, ഒരു സിനിമയിലെ ബേബികളും ഇല്ല. എനിക്ക് ചെറിയ ചെറിയ നിർബന്ധങ്ങളുണ്ട്. ലൈക്ക് 4 days ഓൾഡ് ബേബിക്കും കുറച്ച് ഒരു 10 ദിവസം പ്രായമായ കുട്ടിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. സോ അത് നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു ദൈവാനുഗ്രഹം തന്നെയാണ്. നമ്മളത് കറക്റ്റ് സമയത്ത് അവരും അവരുടെ മനസ്സുകൊണ്ട് അവരത് തന്നു. ആൻഡ് ആ തന്നത് കുട്ടിക്ക് വേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താ പറയാ പ്ലേസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത്. കാരണം നമ്മളൊരു റഗഡായിട്ട് ഷൂട്ട് ചെയ്യുന്നു, ഓപ്പൺ സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നു, റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നു. സോ ആ സ്പേസ് ഒക്കെ നമ്മൾ തനിയെ സെറ്റ് ചെയ്യുന്നു. ആൻഡ് ട്രിവാൻഡ്രം ഡ്യൂറിങ് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹോട്ടാണ്. സോ ആ സമയത്ത് നമ്മൾ കാരവാൻ വെച്ച് കറക്റ്റായിട്ട് കുട്ടിയെ ഷോട്ടിന് മാത്രം എടുത്ത് ബാക്കി മാറ്റി വെച്ച് അങ്ങനെ ഒരുപാട് കെയർഫുൾ ആയിട്ട് ചെയ്ത ഷൂട്ടാണ്. പറയുന്നത് കേട്ടു സംഗീതമായിട്ട് ലിജുവായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ആളെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കൊപ്പം ഉള്ളൊരു സംഭവം? ആക്ച്വലി ഇതാണ്, ഒരു പാരൻസിനെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഫാമിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ 30 ദിവസങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കഴിഞ്ഞ 10 മാസത്തിന്റെ കാത്തിരിപ്പാണല്ലോ. അപ്പൊ അവർക്ക് അത് കയ്യിലേക്ക് കിട്ടി അവർ ടേക്ക് കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മളുടെ കയ്യിലേക്ക് ടേക്ക് കെയർ ചെയ്യാനാണെങ്കിലും അവർ ട്രസ്റ്റ് ചെയ്ത് തരികയാണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. കുഞ്ഞിന്റെ പ്രായവും ഹെൽത്തും അതിനെ എത്രത്തോളം നമ്മൾ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത് ഇപ്പൊ എനിക്കൊന്നും കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല. ഞാൻ അല്ലാതെ എൻ്റെ റിയൽ ലൈഫിൽ ആ സ്ഥലത്തേക്ക് പോവില്ല. ഒരു വയസ്സ് വരെ ഒരു മാസം പോലും കഴുത്തുറക്കുക എന്നൊക്കെ പറയണ നമ്മുടെ എവിടെയൊക്കെ കുഞ്ഞുണ്ടാവുകളൊക്കെ ഉള്ള ഇതാണ്, കുഞ്ഞിന്റെ കഴുത്തുറച്ചിട്ടുള്ള പോരുത് എന്ന് പറയണം. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ പോവാറില്ല. പക്ഷെ ഇവിടെ നമുക്കറിയത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം കുഞ്ഞിനെ, നമ്മൾ പെർഫോം ചെയ്യും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ കുഞ്ഞിനെ നോക്കണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. പക്ഷെ കുഞ്ഞിനെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞായിട്ട് മാറിയത് പ്രോപ്പറായിട്ട് നമ്മളെപ്പോഴും നമ്മളോട് അറ്റാച്ച്ഡ് ആയി. ഞങ്ങളെപ്പോഴും തമാശക്ക് പറയുന്നു ആദ്യത്തെ 1 മാസം ഞങ്ങളുടെ നെഞ്ചി കിടന്ന് വളർന്നത് എന്ന് പറയും. ഇന്നിപ്പോ വന്നപ്പോ ഒരുപാട് എനിക്ക് കുറെ നാളായി കണ്ടിട്ട്, 1 വർഷമല്ല, ഒരു 8 മാസം 10 മാസം എടുത്തായി. പക്ഷെ അവൻ എന്റെ അടുത്ത് പെട്ടെന്ന് വന്ന് ഇവിടെ തോളത്തൊക്കെ ഇങ്ങനത്തെ ഇവൾക്കും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഞാൻ കുട്ടികളെ എടുക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് പറഞ്ഞാൽ കുറച്ച് വലുതാവാണ്ട് കുട്ടികളുടെ അടുത്തേക്ക് പോവുക പരിപാടിയൊന്നും ഇല്ല. ഇതില് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ പരിചയം ഇപ്പൊ മച്ച് ബെറ്റർ ആണ്. ഇമോഷണൽ പീക്ക് ഇമോഷണൽ സീനൊക്കെ ഇവള് ഈസി ആയിട്ടേ. പക്ഷെ ഇതെത്തുമ്പോ ഇവള് എന്റെ അടുത്ത് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ആൾക്ക് തോന്നുന്നു 4 ദിവസം തൊട്ടിട്ട് ഈ സെറ്റിൽ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഇടപഴകിയോണ്ട് ഇവിടെ ആള് ഭയങ്കര ചിൽഡായിരുന്നു. എല്ലാവരുമായിട്ട് ഭയങ്കര ആള് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. അവൻ ഭയങ്കര പെർഫോമറാണ്. ഇതുപോലെ നമ്മൾക്ക് കറക്റ്റ് വേണ്ട ടേക്കിൽ എന്താണോ ഇമോഷൻ വേണ്ടത്, കരയണമെങ്കിൽ കരയും, ശരിക്കും നമ്മളോട് ക്ലോസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കും എന്ന് പറയണ പോലെ. അതാണ് ആ കുഞ്ഞൊരു ബേബി അവിടെ ഉണ്ടെന്നുള്ളതല്ല, ആ ബേബിക്ക് ഒരു സ്റ്റോറി ഉണ്ട് ഈ സിനിമയിൽ, അതിനൊരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷൻ ഇമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എവിടെയോ ഒരു അൺകോൺഷ്യസിലൊക്കെ കുഞ്ഞ് അന്ന് ചെയ്തു എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഇപ്പൊ സിനിമ കാണുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ എഡിറ്റ് സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കുട്ടിയുടെ സാധനം ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇതിങ്ങനെ അപ്പൊ നടന്നു എന്ന് പറയുന്നത് റിയലി സർപ്രൈസിംഗ് ആണ്. അതിഥിക്ക് ഇതൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എനിക്ക് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ട് ഇല്ല. എനിക്ക് ആക്ച്വലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് അത്രയും നാള് കുട്ടികളോട് അങ്ങനെ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ ഇങ്ങനെ തോന്നാറില്ല, അത് വലിയ പ്രശ്നമായിരിക്കും. പക്ഷെ അന്ന് തുടങ്ങി നമുക്ക് കുട്ടികൾ എന്ന് പറയുന്നത്, ഞാൻ പിന്നീടാണെങ്കിലും ഒക്കെ ലൈഫിൽ കണ്ടിട്ടുള്ള കുട്ടികളോടൊക്കെ നമുക്കുള്ള അപ്രോച്ചും ഇഷ്ടവും സ്നേഹമൊക്കെ മാറി. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മള് സ്ത്രീകളുടെ കേസിൽ പറയില്ലേ മാതൃത്വം പോലെ അങ്കിൾത്വം